ഒരുപാട് പേര് കല്ലുമായിട്ട് വന്നു. ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും അപ്പച്ചന്മാരും ചേട്ടായിമാരും ഒക്കെ കല്ലുമായിട്ട്. രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കൂടെ ഒരു തീരുമാനം അതാണ്. നിയമ നടപടികളുമായിട്ട് പോകും. കാരണം അവരൊരു ലേഡിയാണ്, ഒരു സുഖമില്ലാത്ത സ്ത്രീയാണ്. ഏതറ്റം വരെ നിയമ നടപടികളുമായിട്ട് പോകും. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കണ്ട. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. ചവിട്ടി താഴോട്ട് കൊണ്ട് അതൊക്കെ എന്തിന്റെ നീതിയാ അത്? ഓക്കെ പൊന്നു മനുഷ്യന്മാരെ, അച്ഛൻ കിച്ചുവിനെ തെറി വിളിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ അച്ഛൻ കിച്ചുവിനെ വിളിക്കുന്നുണ്ട്. ഞാൻ അച്ഛനെ ഒരിക്കലും കുറ്റപ്പെടുത്തൂല. കാരണം രേണു സുധിയും കുടുംബവും അച്ഛൻ്റെ മനസ്സ് മാറ്റിയതാണ്. അത് അച്ഛൻ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് 4-5 തവണ നമ്മുടെ അച്ഛൻ എടുത്തു പറയുന്നുണ്ട്, രേണു സുധിയുടെ കുടുംബക്കാർ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കൊണ്ട് എന്ന് അച്ഛൻ തന്നെ പറയുന്ന ആ ഒരു ഭാഗം വെച്ച് തരാം. കിച്ചുവിനെ ഇഷ്ടമുള്ള ഓരോരുത്തരും നമ്മുടെ കിച്ചുവിന് ഇപ്പോഴാണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്. ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ഈ വീഡിയോ 4 ആളിലേക്ക് എത്തണം. കാരണം നമ്മുടെ കിച്ചിന് ആരോരുമില്ല. അവൻ സ്വയം ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം പള്ളിയിൽ അച്ഛനാണ് അവനെ വിമർശിച്ചു വന്നത്. ഈ മർമ്മമായ സത്യം, രേണു സുധി കാരണം രേണുവിൻ്റെ ഫാമിലി അച്ഛൻ്റെ മനസ്സ് മാറ്റിയത് കൊണ്ടാണ് അച്ഛൻ കിച്ചുവിനെ തെറി വിളിച്ച് വന്നത് എന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു വീഡിയോ ദൃശ്യം വെച്ച് തരാം. മൊത്തത്തിൽ എന്തൊക്കെ അച്ഛൻ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരുപാട് പേര് കല്ലുമായിട്ട് വന്നു. ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും അപ്പച്ചന്മാരും ചേട്ടായിമാരും ഒക്കെ കല്ലുമായിട്ട്. രേണു സുധി ഇറക്കിയ ഒരു വീഡിയോ ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട. ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റുമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ട് കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ തന്നെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണു സുധിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് ജീവിക്കാം. നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യാം. ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ട് ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. അവൻ അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അച്ഛൻ പറയുന്ന ഓരോന്ന് സൈഡിൽ വെച്ചിട്ട് അതിന് മർമ്മമായിട്ടുള്ള സത്യം ഞാൻ അച്ഛന് പറഞ്ഞു കൊടുക്കാം. ഒരു കാര്യം വീണ്ടും പറയുന്നു, അച്ഛന്മാര്, പള്ളിയിൽ ഉസ്താദന്മാർ, സ്വാമിമാർ, ഇവര് ആര് കരഞ്ഞ് പറഞ്ഞാൽ അത് വിശ്വസിക്കും. കാരണം അവർ പാവങ്ങളാണ്, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർ നമ്മളെപ്പോലെ കൂടുതലായി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തത് കൊണ്ട് എന്താണ് സത്യാവസ്ഥ എന്ന് അച്ഛന്മാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ അച്ഛന് കിച്ചുവിനെ തെറി വിളിച്ച് വന്നത്. അപ്പോൾ അച്ഛനെ നമുക്ക് തിരുത്തി കൊടുക്കാം. ഒന്ന് അച്ഛൻ പറയുന്നത് ഒന്നൊന്നായിട്ട് കേട്ടിട്ട് അതിനുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, അവരുടെ സഹോദരിയും കുടുംബവും മാതാപിതാക്കളും എന്നോട് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തിരുമേനി വീട്ടിൽ വരണം. ഞങ്ങൾക്ക് തിരുമേനിയോട് യാതൊരു രീതിയിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ ഇല്ല. പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയ കാര്യങ്ങൾ പൊരുത്തപ്പെട്ടു എന്ന് വെച്ച് വന്നുപോയ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഓക്കെ, ഇവിടെ അച്ഛന് ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്, രേണുവിൻ്റെ കുടുംബക്കാർ എന്നോട് പറഞ്ഞതുകൊണ്ട് മുമ്പത്തെ പ്രശ്നം, അച്ഛനും രേണുമായിട്ടുള്ള മുമ്പത്തെ പ്രശ്നമൊക്കെ അച്ഛൻ മറന്നു എന്ന്. എൻ്റെ പൊന്നച്ഛ, ഇതൊക്കെ ഉടായ്പാണ്. അച്ഛൻ ഈ സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. ബാക്കിയും കൂടി കേട്ടു നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു വാക്കുകൾ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നുപോയ പ്രയാസങ്ങളൊക്കെ പരസ്പരം നിരപ്പായി, പരസ്പര ക്ഷമ അങ്ങോട്ടും ഇങ്ങോട്ടും അതെല്ലാമായി സ്നേഹത്തോടു കൂടെ തന്നെ ആയി കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് തന്നെ അവർ ഇൻവൈറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് കൊല്ലം സുധിയുടെ ഇങ്ങനെ ഓർമ്മ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പം ബിഷപ്പ് അവിടെ വരെ വന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോയി സുധിയുടെ ഓർമ്മ ദിവസത്തെ പ്രാർത്ഥനയിൽ ചടങ്ങിൽ സംബന്ധിക്കുവാനായിട്ടിടയായി. അതെനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. അപ്പോൾ ബിഷപ്പ് ആ വീട്ടിലേക്ക് പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന് മുന്നേയും രേണു ചേച്ചി ക്യാൻസർ ആണ്, അങ്ങനെ രോഗമുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? രോഗമാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു, അല്ലാതെ എന്നോട് ആരും തന്നെ അവരൊരു രോഗിയാണെന്നുള്ള വിവരം അറിഞ്ഞില്ല. വീട്ടിൽ നിന്നാണ് രേണു സുധിയുടെ പിതാവും മാതാവും സഹോദരിയുമാണ് എന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞത്.
ഓക്കെ, അച്ഛൻ വീണ്ടും പറയുന്നുണ്ട് രേണു സുധിയുടെ സഹോദരിയും പിതാവുമാണ് പറഞ്ഞത് എന്ന്. അവരെന്തൊക്കെയോ പാവം അച്ചുവിനോട് കിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്തൊക്കെയോ പറഞ്ഞതാണ് പൊന്നു മനുഷ്യന്മാരെ. ഇല്ലെങ്കിൽ ഈ അച്ഛന് ഒന്നും അറിയാത്ത പാവം അച്ഛന് എന്താണ് നിലവിൽ നടക്കുന്നതെന്ന് അച്ഛൻ അറിയത്തില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം സത്യവും ഈ പാവപ്പെട്ട മനുഷ്യൻ വിചാരിച്ചു പോയി. ബാക്കിയും കൂടി കേട്ടു നോക്കാം. പിന്നെ സോഷ്യൽ മീഡിയയില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അല്ലാതെ ആരും വെളിയിൽ നിന്ന് ആരും വിളിച്ച് പറയുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല. അവരുടെ മാതാപിതാക്കളും സഹോദരിയും പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കാനിടയായത്. ഓക്കെ, വീണ്ടും വീണ്ടും പറയുന്നു. അച്ഛൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് അവരുടെ സഹോദരി മാതാപിതാക്കൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എന്ന്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം അവരാണ് അവിടെ കുത്തുതിരിപ്പുണ്ടാക്കിയത്. കിച്ചുവിനെ തകർക്കാൻ വേണ്ടി അച്ഛന്റെ മനസ്സിൽ വിഷം കയറ്റി കൊടുത്തത് അവരാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. അപ്പൊ ഇത്രയും നാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കൂടി അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇന്ന് ഇത്തരത്തിലൊരു അസുഖമാണ് എന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു തോന്നുന്നത്? വളരെ ദുഃഖമാണ് തോന്നിയത്. കാരണം എൻ്റെ പിതാവ് ഒരു ക്യാൻസർ രോഗം വന്ന് അങ്ങനെയാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. അപ്പോൾ എനിക്ക് ആ രോഗത്തിൻ്റെ തീവ്രമായ വേദനകൾ, അതിൻ്റെ അനുഭവങ്ങളൊക്കെയും എനിക്ക് നല്ലതുപോലെ അറിയാം. മാത്രമല്ല എൻ്റെ അറിവിൽപ്പെട്ട ധാരാളം പ്രിയപ്പെട്ടവർ ഈ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ ഞാനിപ്പോഴും കാണുന്നു. ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് രേണു സുധിക്ക് ഈ രോഗമുണ്ടെന്ന് കേട്ടപ്പോൾ ഹൃദയത്തിൽ വളരെ ദുഃഖമാണ് തോന്നിയത്. ആർക്കും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു രോഗമാണല്ലോ ഇപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് കടന്നു വന്നിരിക്കുന്ന ആ രോഗമെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. വേഗം സുഖമാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിലിപ്പോ അസുഖം വന്നപ്പോഴാണ് അച്ഛനിപ്പോ നമ്മൾ എന്തിനാ വഴക്ക് കൂടിയത് അല്ലെങ്കിൽ എന്തിനായിരുന്നു ഇതൊക്കെ എന്നൊരു തോന്നലുണ്ടായിരുന്നോ? ഇപ്പം പരസ്പരം എന്തെങ്കിലും ഒരു വാസ്തവത്തിൽ ഞാനും രേണു സുധിയും തമ്മിൽ വ്യക്തിപരമായിട്ട് ഇന്ന് വരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. മുഖാമുഖം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആൾക്കാർ എന്നെ, അതായത് ഇങ്ങനെ എന്താണ് പറയുക, ഇവിടെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന മീഡിയ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ട സോഷ്യൽ മീഡിയ കണ്ടതുപോലെ നിരവധി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞ ഉത്തരങ്ങളിലൂടെയാണ് ഞാനും രേണു സുധിയും തമ്മിൽ ആ ശത്രുത പോലെ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ, നമ്മുടെ അച്ഛൻ രേണു സുധിയുടെ ട്രാപ്പിൽ വീഴാൻ കാരണം പൊന്നുമനുഷ്യന്മാരെ അച്ഛൻ്റെ അച്ഛൻ മരണപ്പെട്ടത് ക്യാൻസർ വന്നിട്ടാണ്. ഞാനിവിടെ പൊന്നച്ഛനോടൊരു കാര്യം പറയാം. ക്യാൻസർ എന്ന മഹാരോഗം ആർക്കും വരരുത്. രേണു എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ, അതാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഒരാൾ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ അവർക്ക് വലിയൊരു രോഗം വന്നാൽ അവർ ചെയ്യുന്ന തെറ്റ് വിളിച്ച് പറയണ്ട എന്നാണ്. അവർ കിച്ചുവിനെ നിരന്തരം ആക്രമിക്കുകയാണ് എൻ്റെ പൊന്നച്ഛ. അതായത് വ്യാജ സ്ക്രീൻഷോട്ട്. അച്ഛ, നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് കാണണം. കിച്ചു ഓക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെന്നാണ് രേണു പറഞ്ഞത്. എന്നാൽ അതിന്റെ സമയം നോക്കണം അച്ഛ, എല്ലാം 20-20 അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത സ്ക്രീൻഷോട്ടാണ് എൻ്റെ പൊന്നച്ഛ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. നാളിതുവരെ രേണു സുധിയും ഞാനുമായിട്ട് മുഖാമുഖം അവർ ഫാമിലി ആയിട്ടോ രേണു സുധിയുമായിട്ടോ ഒന്ന് മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു ഉണ്ടായത്. ഇങ്ങനെ ഒരു പിണക്കങ്ങളും ദേഷ്യങ്ങളും ഒക്കെ സംഭവിച്ചു പോയത്. ഇപ്പോ സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം മാത്രല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെയും പല പ്രാവശ്യം എനിക്ക് സാഹചര്യം ലഭിക്കുമ്പോഴൊക്കെയും ഞാൻ ഇവിടെ വരുമ്പോൾ, ഇവിടെയുള്ള സന്ദർഭങ്ങളിൽ അവർ പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ മാതാവും പിതാവും ഈ രേണു സുധി സഹോദരി എന്നോട് ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് സമയമുള്ളപ്പോൾ ഒക്കെയും പോയിട്ട് അവരുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അതെനിക്ക് വളരെ വളരെ മനസ്സിനൊരു സമാധാനമാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഞാൻ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, തികഞ്ഞവരായിട്ട് ആരും തന്നെ ഇല്ല. ഒരാൾ പോലും ഈ ഭൂമിയിൽ തികഞ്ഞവരായിട്ടില്ല. നാം ഓരോരുത്തരും ബലഹീനരും പാപികളും ദോഷികളുമായിട്ടുള്ള മനുഷ്യരാണ് നാം ഓരോരുത്തരും. തികഞ്ഞവരാരും തന്നെ ഇല്ല. അപ്പോൾ ജീവിതത്തിൽ കുറവുകൾ വരും, കുറ്റങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, വേദനകൾ വരും. അതൊക്കെ നമ്മൾ ക്ഷമിക്കുകയും വഹിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഓക്കെ, അച്ഛൻ പറയുന്നതെല്ലാം ശരി തന്നെയാണ്. രേണുവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പൊന്നച്ഛ. പക്ഷെ അച്ഛൻ്റെ മനസ്സ് നല്ല മനസ്സാണ്. ആ മനസ്സിന് അവർ വിഷം ചീറ്റിയല്ലോ. അതായത് അച്ഛൻ്റെ മനസ്സിനുള്ളിൽ കിച്ചുവിന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അച്ഛനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചല്ലോ എന്നാണ്. അച്ഛൻ കിച്ചുവിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് പൊന്നു മനുഷ്യന്മാർ. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് കേൾക്കാം.
എന്താ അല്ലേ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത് ക്ഷമിക്കാനും വഹിക്കാനും ഉള്ള ഒരു കഴിവുണ്ടെങ്കിൽ അവനൊരു മനുഷ്യനാണ്. അപ്പം ജീവിതത്തിലുള്ള പരസ്പരം വന്നു പോയിരിക്കുന്ന വീഴ്ചകൾ തീർച്ചയായിട്ടും ക്ഷമിച്ചും വഹിച്ചും മുൻപോട്ട് പോവുകയും, മാത്രമല്ല നമ്മൾ ചെളി വാരി പരസ്പരം എറിയുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ശരിക്കും ഇത്തരത്തിലുള്ള ഒരു മനസ്സ് മറ്റ് പലർക്കും ഉണ്ടാവാറില്ല. ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ ശത്രുതയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ അതെല്ലാം മറന്ന് വീണ്ടും അവരുടെ അടുത്തേക്ക് സ്നേഹത്തോടെ പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്ന രേണുസുധിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഇപ്പോഴും അങ്ങനെ തന്നെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഉള്ള അറിവെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുസുധിയുമായിട്ട് ആൾക്കാരിങ്ങനെ ഇപ്പം മോള് പറഞ്ഞ പോലെ ശത്രുതയുണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ രേണുസുധി എന്ന് പറയുന്ന ഈ സഹോദരിയോടോ അവരുടെ കുടുംബത്തോടോ യാതൊരു വിധമായിട്ടുള്ള ദേഷ്യമോ മറ്റിതരമായ കോപമോ ഒന്നും ആർക്കും ഇല്ല. ഓക്കെ, ഞങ്ങൾക്കാർക്കും രേണുസുധിയോട് ഒരിത്തിരി പോലും വെറുപ്പില്ല. കാരണം ഞങ്ങൾ വിമർശിക്കാൻ കാരണം പൊന്നച്ച ആ പാവപ്പെട്ട കിച്ചുവിൻ്റെ ജീവിതം വെച്ച് കളിക്കുന്നത് കൊണ്ട് മാത്രമാണ്. വ്യാജ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവന് പുറത്തിറങ്ങി നടക്കണ്ടേ? ഞാനൊരു ആണായത് കൊണ്ട് എൻ്റെ അച്ഛ പുറത്തിറങ്ങി നടക്കുമ്പോൾ എനിക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നാട്ടുകാർ ചോദിക്കും, അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് അച്ഛ. ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞതാണ് രേണു അമ്മയെ സബ്സ്ക്രിപ്ഷൻ എടുക്കണ്ട പറഞ്ഞപ്പോൾ എനിക്ക് പൈസയാണ് വരുന്നൊക്കെ പറഞ്ഞതല്ലേ അച്ഛ. നിങ്ങളപ്പോൾ നമ്മൾ അതിനെ മറക്കണോ? ഇപ്പോൾ ബാക്കിയും കൂടി കേട്ട് നോക്കാം. സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിലൂടെയും ഒക്കെയാണ് അവരെ ഇങ്ങനെ, പിന്നെ അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് ദിവസവും ജീവിച്ചു പോകാനായിട്ട് അവർ ജോലി ചെയ്തൊരു സഹോദരിയാണ്. അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ പ്രൊമോഷൻ ചെയ്യുമായിരുന്നു, അവർക്കറിയാവുന്ന രീതിയിൽ അവർ ഉദ്ഘാടനങ്ങൾക്ക് പോകുമായിരുന്നു, അവർക്കറിയാവുന്ന സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമായിരുന്നു. അതൊക്കെ അവരുടെ ജീവിത സന്ധാരണത്തിനായിട്ട് അന്നന്ന് ജീവിതം. കാരണം കൊല്ലം സുധി മരണപ്പെട്ട ശേഷം ആ കുടുംബം മുൻപോട്ട് പോകണം. അവർക്കൊരു വസ്തു വീട് ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന എത്രയോ സഹോദരിമാര്, പുരുഷന്മാര് അവരവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. നമുക്ക് അവരെ വിമർശിക്കാൻ നമുക്ക് അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരവരുടെ ജോലി ചെയ്ത് ജീവിച്ചു. ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. എൻ്റെ പ്രാർത്ഥന അവർ എത്രയും പെട്ടെന്ന് സൗഖ്യമുള്ളവളായിട്ട് മാറി അവരെ സന്തോഷത്തോടെ അവരുടെ മോനെ വളർത്തി. ഒരു കൊച്ചു മോനുണ്ട് അവർക്ക്, ഒരു 6.5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെ വളർത്തി അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ പ്രാർത്ഥന കൂട്ടായ്മകളിലുള്ളവരുടെയും സഭയിലുള്ള വിശ്വാസികളുടെയും ജനങ്ങളുടെയും എൻ്റെ സ്നേഹിതരുടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ എല്ലാം പ്രാർത്ഥന എന്ന് പറയുന്നത് അവരെത്രയും വേഗം സുഖം പ്രാപിച്ച് ആരോഗ്യത്തോടെ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. ഓക്കെ, ഇതാണ് അച്ഛൻ്റെ മനസ്സ്, ഇതാണ് യഥാർത്ഥ പള്ളിയിൽ അച്ഛൻ. ഓക്കെ, ഇങ്ങനെ തന്നെ വേണം. അതായത് ഇദ്ദേഹം കിച്ചുവിനെ തെറിവിളിക്കുന്നൊരു ഭാഗം ഞാൻ വെച്ച് തരാം. അതായത് കിച്ചുവിനെ പേഴ്സണലി ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ രേണുസുധിയും കൂട്ടാളികളും കിച്ചുവിനെ ഇല്ലാത്ത കാര്യം പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഇദ്ദേഹം കിച്ചുവിനെ തെറി വിളിക്കുന്നത്. അതിലേക്കൊക്കെ കടക്കാം, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇപ്പോ നമ്മളിപ്പം ഒരുപാട് ഇതിൽ കാണുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ടൊരു മകൻ കിച്ചു ഇറക്കിയ ഒരു വീഡിയോ, ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. എന്നെ ഇന്നലെ വിദേശത്തു നിന്നൊക്കെ എൻ്റെ ബന്ധുമിത്രാദികൾ വിളിച്ച് സംസാരിച്ചു. ഇത്രയും രോഗക്കിടക്കയിലായിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി മരണത്തെ മുഖാമുഖമായി കണ്ട സന്ദർഭത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതുപോലുള്ളൊരു സാഹചര്യം. കാരണം അവർ ICUവിലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു വേദനകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് പറയുകയോ എടുക്കുകയോ ചെയ്ത് അവർ സുഖം പ്രാപിച്ച് വന്ന ശേഷം ഒരു അമ്മയും മകനും ആണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസരമാവുകയല്ലേ ഉള്ളൂ. അപ്പം രേണുസുധിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അവരവരുടെ രോഗവിവരങ്ങൾ അവരെ സ്നേഹിക്കുന്നവരെ അറിയിക്കുന്നു. അവരെ സ്നേഹിക്കുന്നവരും അവരെ ചേർത്ത് പിടിക്കുന്നവരെയും അവരുടെ അപ്ഡേറ്റ്സുകൾ അവർ അറിയിക്കാറുണ്ട്. എനിക്കിന്ന് ഓർമ്മയില്ല, ഇന്ന് ക്ഷീണമാണ്, അല്ലെ ഇന്ന് എനിക്ക് പ്രയാസമുണ്ട്, അല്ലെ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവരവരുടെ കാര്യങ്ങൾ അറിയിക്കുന്നു. അവരെ സ്നേഹിക്കുന്നവരത് കാണുന്നു. അവരെ വിമർശിക്കേണ്ടവർ അതിൻ്റെ അടി കമന്റുകൾ എഴുതുന്നു. പക്ഷെ സ്വന്തം മകനെന്ന് അവർ വളർത്തിക്കൊണ്ട് വന്ന അങ്ങനെ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ
എന്താ ചെയ്യുന്നത്? നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്ന പോലൊരു അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ, അച്ഛൻ പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, അണക്കാരോ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്ന്. പൊന്നച്ച, ഇതാണ് നിങ്ങളെ പ്രശ്നം. അതായത് നിങ്ങൾ കൂടുതലായി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നവും നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ ആ രേണുവിൻ്റെ കണ്ണീര് കണ്ട് വിശ്വസിച്ച് വന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എനിക്ക് ആ മോൻ അത് കാണിച്ചതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും അത് പറയേണ്ടിയില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അത് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അഥവാ അങ്ങനെ പറയണമെങ്കിൽ അവൻ ഫോണിൽ വിളിച്ചിട്ട് അവൻ പറയാം, അമ്മേ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു അവിടെ കൊണ്ട് തീർക്കുക. മുന്നത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമുണ്ടായിരുന്നല്ല. നമ്മളൊരു ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മള് സോഷ്യൽ മീഡിയയിൽ പറയും. അതുപോലെ അവരും ഒരു അമ്മയും മകനുമായിട്ട് അതങ്ങ് തീർത്താൽ മതിയായിരുന്നു. പക്ഷെ ഇതിപ്പം എന്താ പറയാ, എറിയാനുള്ള കല്ല് കൊണ്ട് കൊടുത്ത പോലായി അല്ലേ? മറ്റുള്ളവർക്ക് രേണുസുതിയെ എറിയുവാനായിട്ടുള്ള കല്ല് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ നിന്നവരെല്ലാവരും എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ രേണുസുതിക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രേണുസുതി ദൈവ ആരോഗ്യം കൊടുത്ത് ആയുസ് കൊടുത്ത് മടങ്ങി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറവുള്ളവരും കുറ്റക്കാരുമായിട്ടുള്ള മനുഷ്യർ ഇന്ന് ലോകത്തിൽ നാം ഓരോരുത്തരും. അപ്പൊ ആ കുറവുകളെ പരിഹരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കുറവുകളെയും തെറ്റുകളെയും നമ്മളോട് മാപ്പ് തന്ന് ക്ഷമ തരുന്നത് മനുഷ്യരല്ല. മനുഷ്യരൊരിക്കലും ഒരാളെ പറ്റിയും, ഞാൻ തുറന്നു പറയാണ്, ഒരു മനുഷ്യരും വേറൊരാളെ പറ്റി നല്ല വശം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ നെഗറ്റീവുകളെ കണ്ടുപിടിച്ച് അവരെ എങ്ങനെ ഇകഴ്ത്തണം, എങ്ങനെ താഴ്ത്തിക്കെട്ടണം എന്നുള്ളതാണ് സമൂഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ രേണുസുതി ഒരു സാധു ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം രേണുസുതി ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു വലിയ കുലമഹിമയുള്ള ഒരു കുടുംബത്തിലെ വലിയ ഒരു യുവതിയായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരെ എറിയാനൊക്കത്തില്ല. അവരുടെ പേരിൽ നിയമ നടപടി. ഓക്കെ, അച്ഛൻ ഇതിന് 2 മറുപടി ഞാൻ കൊടുക്കാം. ഒന്ന്, കിച്ചു എന്തിനാണ് ഈ സമയത്ത് രേണു വയ്യാതിരിക്കുന്ന സമയത്ത് ആ വീഡിയോ പുറത്തുവിട്ടത് എന്നാണ് അച്ഛൻ്റെ ഒന്നാമത്തെ ചോദ്യം. പൊന്നച്ച, ആ പൊന്നു പയ്യനോട് എല്ലാവരും റോഡ് സൈഡിൽ നടന്നു പോകുന്ന എല്ലാ നാട്ടുകാരും ആ പയ്യനോട് ചോദിക്കുകയാണ്. ആ പയ്യൻ എല്ലാവർക്കും അറിയാം, നീ എന്തുകൊണ്ട് നിന്റെ പോറ്റമ്മയെ കാണാൻ പോകുന്നില്ല? ആ പൊന്നു പയ്യന് പോറ്റമ്മയെ കാണാൻ പോയപ്പോൾ ഈ അമ്മയെ കാണാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ പൊന്നച്ച, അപ്പോൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർ എന്താണ് വിചാരിക്കുന്നത്? ഇവനെന്ത് ജാട, ഇവൻ ആ ഒരു അമ്മയെപ്പോലും കാണാൻ പോകുന്നില്ല, ഇവൻ വലിയ വൃത്തികെട്ടവൻ. അപ്പോൾ അവൻ്റെ മനസ്സിലുള്ളത് ഓപ്പണായിട്ട് പറഞ്ഞു. ഇല്ലെങ്കിൽ അവനെ വെറുക്കത്തില്ല എൻ്റെ പൊന്നച്ച. അതിന് ശേഷം അച്ഛൻ പറഞ്ഞത്, രേണു ഒരു ചെറിയൊരു കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബർ സവാളയിട്ട് പൊരിക്കുന്നത് എന്ന്. പൊന്നാരച്ച, അഹാന കൃഷ്ണയുടെ വലിയൊരു പ്രശ്നമായി. ഞങ്ങൾ ഇടപെട്ടിട്ടില്ലേ? എല്ലാവർക്കും എന്തിനു വേണം? അൻഷിക കൃഷ്ണ രേണുവിനെ പോലെ ഡ്രസ്സ് ധരിച്ചു, ഞങ്ങൾ ഇടപെട്ടിട്ടില്ലേ? ഞാനൊരു കാര്യം പറയാം പൊന്നച്ച, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആരുടെ കുടുംബം തീർക്കാനുള്ളതല്ല. അവര് വൃത്തികേട് കാണിച്ചാൽ ഞങ്ങൾ എല്ലാവരും ഇടപെടുക തന്നെ ചെയ്യും. ഓക്കെ, ബാക്കിയും കൂടി കേട്ടോ. ഒരു സാധു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വഴിയെ പോകുന്നവർക്കെല്ലാം ഒരു കല്ല് കിട്ടുമ്പോൾ എറിയാമെന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോഴേ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് മനസ്സ് വളരെ ദുഃഖത്തിലാണ്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് പല സന്ദർഭത്തിൽ. വളരെ വേദനയിലാണ് കടന്നു പോകുന്നത്. വളരെ ദുഃഖം അവർക്കുണ്ട്. പക്ഷെ എന്നാലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതെ അവർ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ദൈവം ആയുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, അവർ മടങ്ങി വരട്ടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പൊ രേണുസുതിയുടെ അസുഖം എത്രത്തോളം ഭീകരമാണെന്ന് ഞാൻ അതിന്റെ മെഡിക്കൽ സൈഡ് ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ എങ്കിൽ അവരുടെ വീട്ടുകാരിൽ നിന്ന് അറിഞ്ഞത് ശാരീരികമായിട്ടുള്ള നല്ല ക്ഷീണാവസ്ഥയുണ്ട്. പിന്നെ വളരെ കൂടിയ ട്രീറ്റ്മെൻറ്റുകളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൂടിയ മരുന്നുകളൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എൻ്റെ ഫാദറിന് ഇത് വന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പം ഭയങ്കരമായിട്ടുള്ള ഓർമ്മക്കുറവുണ്ടാകും, ക്ഷീണമുണ്ടാകും, ചിലപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും, ചിലപ്പം ആരോഗ്യം ക്ഷയിച്ച പോലെ തോന്നും. അത് ഈ മരുന്നിൻ്റെതായിട്ടുള്ള ഒരുപാട്. ഇപ്പോൾ പുള്ളിക്കാരത്തി ഒന്ന് വർത്താനം പറഞ്ഞാൽ പറയാം, എവിടെ നിന്ന് വന്ന് നിങ്ങൾക്ക് ഈ നാക്ക്? അടുത്ത ക്വസ്റ്റ്യനാണ്. മിണ്ടാതിരുന്നാൽ പറയും, ഇപ്പം നിന്റെ എല്ലാം തീർന്നോ? അപ്പൊ ഒരു കരയിൽ കൂടെ വെള്ളത്തിൽ കൂടെ ആ പുള്ളിക്കാരത്തെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നുള്ളതല്ലേ സത്യം. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഈ അച്ഛൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതായത് രേണു കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ എല്ലാം, അതായത് ഈ അച്ഛന് രേണുവിനെ കാണാൻ പോയി അവിടെ എന്തൊക്കെയോ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇപ്പോൾ പള്ളിയിൽ ഉസ്താദിനോടും സ്വാമിമാരോടും ഇങ്ങനെയുള്ള അച്ഛന്മാരോടും പൊന്നു മനുഷ്യന്മാരെ, നമ്മളിപ്പം ഞാൻ അച്ഛനോട് കരഞ്ഞുകൊണ്ട് അച്ഛ ഭക്ഷണം കഴിച്ച് 2 ദിവസമായി എന്ന് കള്ളം പറഞ്ഞാലും പാവപ്പെട്ട അച്ഛന്മാർ നമുക്ക് പൈസ തരാം. അവരുടെ മനസ്സങ്ങനെയാണ്. അവർ നല്ല മനുഷ്യന്മാരാണ്. ആ നല്ല മനുഷ്യന്മാർക്ക് കള്ളം പറഞ്ഞിട്ടൊന്നും അറിയത്തില്ല. ഈ അച്ഛന് കളവ് എന്തെന്ന് പോലും അറിയത്തില്ല. ആ മനുഷ്യനോട് ഒരാളിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഈ നിഷ്കളങ്കനായ ഈ അച്ഛന് വിചാരിക്കുകയാണ് ഇത് ശരിയെന്ന്.
പൊന്നു മനുഷ്യന്മാരെ അച്ഛൻ ഉറപ്പായും തിരിച്ചു പറയും. അതായത് ഉറപ്പായും അച്ഛൻ ഇതൊക്കെ തിരിച്ചു പറയും. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവർ ക്ഷീണിതാവസ്ഥ ഇരുന്നാൽ പറയും ദൈവം നിന്നെ ശിക്ഷിച്ചത്. അവർ സംസാരിച്ചാൽ എടുത്ത വായിലെ പറയും നിനക്ക് അടങ്ങാറായില്ലയോ. ഇതെന്താണ്? അപ്പം സമൂഹത്തിന് വേണ്ടി ഉള്ള ഒരാളാണോ അവരും ഈ ലോകത്തിൽ നമ്മളെപ്പോലെ ജീവിക്കേണ്ട ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അവരൊരു മനുഷ്യ സ്ത്രീയാണ്. നമ്മളെപ്പോലെ അഭിപ്രായം പറയുവാനും നമ്മളെപ്പോലെ ജീവിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും രേണു സുധിക്കും ഈ ലോകത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനിയുള്ള കാലം രേണു സുധിയുടെ അവരുടെ കുടുംബത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ സഹായമായിട്ട് ഞാൻ മുൻപോട്ട് പോകും. അവരെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും അവരെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ പല സന്ദർഭങ്ങളിൽ അവരുമായിട്ട് അകന്നു പോകേണ്ട സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് ഞങ്ങൾ ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ഒരു മുഖഭാവത്തിലോ ദേഷ്യഭാവത്തിലോ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ മറന്നു. കാരണം ആ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ തീർച്ചയായിട്ടും അത് വഹിക്കാനും ക്ഷമിക്കാനും, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ സത്യവേദ പുസ്തകവും പിടിച്ചുകൊണ്ട് ഞാൻ ലോകം മുഴുവൻ നടക്കുന്നത്, എന്തിനാണ്? പക്ഷേ കർത്താവ് ജീസസ് ക്രൈസ്റ്റ് എന്ന് നമ്മളോട് പറഞ്ഞേക്കുന്നത് ക്ഷമിക്കാനാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് എന്നെ എറിയുന്നവരെയും എന്നോട് പറയുന്നവരെയും ഒക്കെ ക്ഷമ കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയേ ഉള്ളൂ. അത് ഇനിയുള്ള കാലം അത്ര തന്നെ ഉള്ളൂ. ഒരിക്കലും ആ കുടുംബത്തെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആരെല്ലാം അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് പിടിക്കും, അവരെ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല, അവരൊരു തെറ്റും ചെയ്യുന്നവരല്ല. എൻ്റെ പൊന്നച്ഛ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഒരു അച്ഛന് പ്രാർത്ഥിക്കുന്നതൊക്കെ ആ കുടുംബത്തിന് കരുണയാണ്. എന്നാൽ അവർ തെറ്റ് ചെയ്യുന്നില്ല എന്നും പറയാൻ എൻ്റെ പൊന്നച്ഛ, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. കരച്ചടിയിൽ നിങ്ങൾ വീണതാണ്. അവരെ കുറിച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം അവർ ക്യാൻസർ രോഗിയാണ്. എൻ്റെ പൊന്നച്ഛ, നിങ്ങൾ രേണു സുധി എന്നൊന്ന് യൂട്യൂബിൽ അടിച്ചാൽ മതി. അവരുടെ എല്ലാ ചരിത്രവും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അറിയുന്നതല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളിത് ഇപ്പോൾ ഇടപെടുന്നത് ആ പാവപ്പെട്ട കിച്ചിന് വേണ്ടിയിട്ടാണ്. അവൻ്റെ ജീവിതമാണ് ഇല്ലാതാവുന്നത്. ബാക്കിയും കൂടി കേട്ടണം. അവരെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ശരിയായിരിക്കാം, അവരുടെ പ്രയാസ സമയത്ത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരിക്കും. ആ സഹായിച്ചവർക്ക് ആർക്കും പരാതിയില്ല. ഞാനൊക്കെ ആ കുടുംബത്തിന് വലിയ സഹായമൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ അങ്ങനെ ഫിനാൻഷ്യലായിട്ടൊന്നും ഒരു സഹായവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രമേ എൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ദൈവസന്നിധിയിൽ വെക്കുക, മധ്യസ്ഥ ചെയ്യുക. ഇത് മാത്രമാണ്. അത് ഞാൻ ചെയ്യും. തുടർന്നും അവർക്ക് വേണ്ട പ്രാർത്ഥനാ സഹായം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ഈ കുഞ്ഞുകുട്ടിയുടെ കാര്യമാണ്. വളർന്നു വരുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു, ഇപ്പൊ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നു, കുട്ടിയുടെ വളർച്ച ചെയ്ത് വഴിക്കാവും, അല്ലെങ്കിൽ കുട്ടി എങ്ങനെ വളരും എന്നുള്ള ചർച്ചകളാണ്. അപ്പൊ വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ അവർ വളർത്തും. രേണുസുധിയുടെ പിതാവും മാതാവും ജ്യേഷ്ഠനും അവർ സ്വന്തം, ഈ രേണുസുധിയുടെ സഹോദരി, അവർ സ്വന്തം അവരുടെ മക്കളെ വളർത്തുന്ന തുല്യമായിട്ട്. ഒരു ഡ്രസ്സ് എടുത്താൽ ആ 3 പിള്ളേർക്ക് ഒരുപോലെ അവരെടുത്ത് ഇപ്പൊ വളർത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ഇപ്പോഴത്തെ കാര്യമേ എനിക്കറിയാം. നാളെ എന്ത് സംഭവിക്കുമെന്ന് മോള് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷെ ഈ നിമിഷങ്ങൾ വരെ അവർ ചേർത്ത് നിർത്തി തന്നെയാണ് ആ കുടുംബത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നച്ഛ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവർ പണിയെടുക്കട്ടെ, അവരുടെ പണി. അവർ റീൽസ് അപ്ലോഡ് ചെയ്യുന്നത് ആരും ഒന്നും പറയുന്നില്ല. നിങ്ങളൊന്ന് നോക്കണം. ഈ കമന്റ് ഇടുന്നവർ, ഞങ്ങളെപ്പോലെ പ്രസന്റ് ചെയ്യുന്നവർ കിച്ചിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. കിച്ചുവിനെ സമൂഹത്തിൽ നാണം കെടുന്നത് വേണ്ടിയാണ് ഞങ്ങൾ ഇടപെടുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഭാവിയിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനോട് ദൈവം മനസ്സലിയണം. കാരണം അവന് ഒരു അമ്മയെ ആവശ്യമാണ്. അവൻ്റെ പിതാവ് മരണപ്പെട്ടു പോയതാണ്. എൻ്റെ ഒരു അപേക്ഷയായിട്ട് തന്നെ കരുതിക്കോട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് പണം കൊടുത്ത് സഹായിക്കാൻ ഞാൻ ആരോടും ആവശ്യപ്പെടും, അങ്ങനെ ചിന്തിക്കണ്ട. നമുക്കൊരു വാക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്താൽ മതി. അതെല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുന്നില്ല. രേണു സുധിയെയും കൊല്ലം സുധിയെയും അവരുടെ കുടുംബത്തെയും സ്നേഹിക്കുന്നവർ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ബൈബിളിൽ പറയുന്ന പോലെ വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയാത്ത പോലെ, നിങ്ങൾക്ക് അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ രോഗസമയത്ത്, ക്ഷീണാവസ്ഥയിൽ, പ്രയാസത്തിന് നമുക്കൊരാളെ സഹായിക്കേണ്ടത് എപ്പോഴാണ്? ഒരാൾക്ക് പ്രയാസം വരുമ്പോഴാണ്, ദുഃഖങ്ങൾ വരുമ്പോഴാണ്. അതുകൊണ്ട് അപ്പം ചോദിക്കും, പല ക്വസ്റ്റ്യൻസ് നമ്മുടെ നേരെ വരും. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. ആ ചോദ്യം ചോദിക്കുന്നവരെന്നും ചോദിച്ചോണ്ടേയിരിക്കും. കുറ്റം പറയുന്നവരെന്നും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. നന്മ പറയുന്നവർ നന്മ പറയും, നന്മ ചെയ്യുന്നവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ലോകത്തിൽ ധാരാളം നന്മ ചെയ്ത മനുഷ്യരുണ്ട്, കാരുണ്യമുള്ള മനുഷ്യരുണ്ട്, ദയയുള്ള മനുഷ്യരുണ്ട്. അവർ തീർച്ചയായിട്ടും രേണു സുധിയെ സ്നേഹിക്കുന്ന എനിക്ക് നല്ലതുപോലെ അറിയാം.
രേണു സുധിയെയും കുടുംബത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ഫാമിലികൾ സ്നേഹിക്കുന്നവരുണ്ട്. നെഗറ്റീവ് പറയുന്നവർ അത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടല്ലോ, അത് സംഭവം അത്രയേ ഉള്ളൂ. 90% പോസിറ്റീവാണ്, 10% അവരെ പറ്റി നെഗറ്റീവ് ആൾക്കാർക്ക് കാണാനുള്ളൂ. അതിപ്പം എന്നെ പറ്റിയാണേലും മോളെ പറ്റിയാണേലും 10% അവർ നെഗറ്റീവ്. പിന്നെ നെഗറ്റീവ് കമന്റ് എഴുതാൻ രാവിലെ ഉറങ്ങുന്ന എഴുന്നേറ്റാൽ ഇതിനു വേണ്ടി മാത്രം കൈയുടെ വിരൽ ചലിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പായി, അച്ഛനും ഒന്നും അറിയത്തില്ല എന്ന്. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, 90% രേണുവിന്റെ സപ്പോർട്ടും 10% മാത്രം രേണുവിന് നെഗറ്റീവും. ഇത് നേരെ തിരിച്ചാണ് എൻ്റെ പൊന്നച്ച. അതായത് അച്ഛൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നില്ല, അച്ഛൻ ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയത്തില്ല. അച്ഛൻ ആകെ അറിഞ്ഞത് രേണുവിനെ കാണാൻ പോയപ്പോൾ രേണു പൊട്ടിക്കരഞ്ഞിട്ട് അച്ഛാ എന്നെ കിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത് മാത്രമാണ് അച്ഛൻ അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാവം അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എൻ്റെ വീഡിയോയുടെയൊക്കെ അടിയിൽ വന്നിട്ട് എൻ്റെ മരിച്ചുപോയ 3-4 അപ്പച്ചന്മാർക്കും അമ്മമാർക്കും ഒക്കെ എഴുതാറുണ്ട്. ഞാനിതൊന്നും കാര്യമാക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞോ, എൻ്റെ ജോലി ഞാൻ ചെയ്യും. അങ്ങനെ സമൂഹത്തിൽ നിങ്ങൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നന്മ തന്നെ ചെയ്ത് മുൻപോട്ട് പോവുക. അതേ ഉള്ളൂ എനിക്ക് അതിനെപ്പറ്റി പറയുവാനായിട്ട്. ഈ അവസാനം ഇന്നലെ കിച്ചു ഒരു വീഡിയോ ഇട്ടതിന്റെ പിറകെ രേണുസുതി യൂട്യൂബിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മരിച്ചാൽ പോലും എന്നെ നീ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ടുണ്ടായിരുന്നു? ഞാനത് കണ്ടില്ല, നോക്കാം. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതുകൂടെ നോക്കാം എന്താണെന്ന്. ഞാൻ കണ്ടില്ല, സമയമില്ലായിരുന്നു. ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴാണല്ലോ നമ്മൾ കയറി നോക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇത്ര ഗൗരവമായിട്ടുള്ളത് വരുവാണെങ്കിൽ നമ്മൾ കാണേണ്ടത്. അങ്ങനത്തെ ഒരിത് കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തി ഇപ്പോൾ വളരെ ഡിപ്രഷനിലൂടെ പോകുന്നത്. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒന്നാമത് അവരുടെ മെഡിസിൻ്റെതായിട്ടുള്ള ആ ഒരു എന്താണ് പറയുക, അവർക്കൊരു സെഡേഷന്, അത് മരുന്നിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒരു ഡിപ്രഷൻ മൂഡ്, അതൊക്കെ വരും. അതൊക്കെ വരുന്ന ഉടനെ അവരെ വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കയ്യിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യേണ്ട. അതുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുതി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ പൊന്നച്ച, കിച്ചുവിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് അത്ഭുതപ്പെടുകയാണ് ഞാൻ. എന്താല്ലേ അച്ഛന്, പൊന്നച്ച, ഒന്ന് നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അച്ഛാ, നിങ്ങൾ വലിയൊരു അച്ഛനാണ്, നിങ്ങൾ നന്മയുള്ള മനസ്സാണ്. അപ്പോൾ രേണു സുധീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്തിരിയെങ്കിലും പഠിച്ചിട്ട് വേണം എൻ്റെ പൊന്നച്ച സംസാരിക്കാൻ. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും തിരുത്തി പറയും, ഇത് എനിക്കറിയാം. ഈ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളെ രണ്ടാമത്തെ വീഡിയോ വരും തിരുത്തി. അത് നിങ്ങളൊരു നന്മമരമായ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ തിരുത്തി പറയും. ബാക്കിയും കൂടി കേട്ടോ. എൻ്റെ കൂടെ ഒരു തീരുമാനം അതാ, നിയമ നടപടികളുമായിട്ട് പോകും. കാരണം അവരൊരു ലേഡിയാണ്, ഒരു സുഖമില്ലാത്ത സ്ത്രീയാണ്. ഏതറ്റം വരെ നിയമ നടപടികളുമായിട്ട് പോകാം, അറ്റം വരെ ആ കുടുംബവുമായിട്ട് ചേർന്ന് നിന്ന് മാക്സിമം നിയമ നടപടികളായിട്ട് പോകും. അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ. അവൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഇവിടെ അവർക്കൊരു വീട് സ്ഥലവും എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ. ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാകണം ശ്രമിക്കേണ്ട. എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാ. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിൻ്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റുണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാ. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കുക. ആ പെൺകുട്ടി എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞത് പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ട് ഇറങ്ങും? നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. അവന് 22-23 വയസ്സില്ലേ? സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ. എന്തായാലും എല്ലാവരും പറയുന്നത് ഒരു രഹസ്യം.
ഇനിയിപ്പോൾ അവസാനം പറയുന്നത് രേണുവിനെ കിച്ചു കയറി പിടിച്ചു അങ്ങനെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല പൊന്നുമനുഷ്യന്മാരെ. ആരും വിശ്വസിക്കല്ല. തക്കതായിട്ടുള്ള CCTV ഫുട്ടേജ് നമുക്ക് വേണം അങ്ങനെ എന്തെങ്കിലും അപകറ്റകൾ പറയുന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ പറയാനാണ് ഉദ്ദേശം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അച്ഛൻ പാവം ഇതിൽ എന്തിന് പെട്ടു എന്ന് എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ബാക്കിയും കൂടി കേട്ടു. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ചിലപ്പോ പ്രായത്തിൻ്റെതായ പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തോളൂ. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ അത് നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്തോളണം. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഇപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവർ ഞാൻ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എൻ്റെ ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. ഇവിടെ നടക്കത്തില്ല. ഒന്നും ശരിയായ പ്രവണതയല്ല. എന്നെ ഇപ്പം ഈ വിഷയത്തിൽ എയറിൽ കയറ്റി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. പറയുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, ഇവരെ ചവിട്ടി താഴോട്ട് കൊണ്ട്, അതൊക്കെ എന്തിൻ്റെ നീതിയാണ്? അതൊന്നും നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ സന്തോഷമായിട്ട് വന്ന് ജീവിക്കുക. അദ്ദേഹത്തിൻ്റെ വീട് അവിടെ ഉണ്ട്, ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ബെഡ്റൂം ഉണ്ട്, അതിനകത്ത് വന്ന് സന്തോഷമായിട്ട് താമസിക്കുക. പുള്ളിക്കാരന് ആ വയ്യാതിരിക്കുന്ന ആ സഹോദരിയെ, ആരോഗ്യമില്ലാതെ മരണവും ജീവനും ഇടയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ, അവരെ ഇപ്പം ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പിച്ച് ചീന്താനായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കും. പല കാര്യങ്ങൾ പറയാനുണ്ടാവും, പല കാര്യങ്ങൾ. അപ്പോൾ കിച്ചുവിന് എന്ത് വേണമെങ്കിലും പറയാം. കിച്ചു ഒരു ടോയ്സ് ആണ്, കളിക്കുന്ന സാധനമാണ്. ഇവിടെ സത്യത്തിൽ ബലി കൊടുക്കുന്നത് കിച്ചുവിനെയാണ്. ആ സത്യം അച്ഛൻ എന്തുകൊണ്ട് വിളിച്ച് പറയുന്നില്ല? അത് ചെറിയൊരു ചെറുപ്പക്കാരനല്ല, ആരോരും ഇല്ലാത്തൊരു ചെറുപ്പക്കാരനല്ല. അവനെ പറ്റിയിട്ട് ആർക്കും ഒന്നും പറയാനില്ല. രേണുവിന് എന്തും പറയാം, ഒരു പ്രശ്നവുമില്ല. ബാക്കിയും കൂടി കേട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം അത്ര തന്നെ ഉള്ളൂ. ഇനിയെല്ലാം മനസ്സറിഞ്ഞ് കിച്ചു തിരിച്ചു വന്ന് അമ്മയുടെ അടുത്ത് വരികയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യോ? അവരൊരു അമ്മയും മകനും തമ്മിലുള്ള കാര്യം അവരുടെ വീട്ടിൽ തീർക്കേണ്ട കാര്യങ്ങളാണ്. അത് പബ്ലിക്കിൽ കൊണ്ടിട്ട് അലക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കരുത്. നാട്ടുകാർ അത് കയറി അലക്കി വെളുപ്പിക്കും ശരിക്കും. ബിഷപ്പ് ഇതിപ്പോ കിച്ചുവിനും ഋതപ്പനും ബിഷപ്പാണ് ആ സ്ഥലം വീട് വെക്കാനായിട്ട് കൊടുത്തത്. അതുകൊണ്ടാണോ ഇത്രയും വിഷമത്തിൽ ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലുമല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയല്ല. ഞാനിപ്പോൾ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും രോഗാതുരയായിട്ട് ബെഡ് റിഡനായിട്ടുള്ള നമ്മുടെ ഒരു സിസ്റ്റർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നെയ്ബർ ആയിക്കൊള്ളട്ടെ, അവരിപ്പോൾ ആ ഒരു ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്താനാണ് നാം ഓരോരുത്തർ ശ്രമിക്കേണ്ടത്. അവരുമായിട്ട് ചേർന്ന് നിൽക്കുക. പ്രത്യേകിച്ച് അവരുടെ ഭർത്താവിൽ കൂടെ അവർ ഭർത്താവ് അവർക്ക് വളർത്താനായിട്ട് കൊടുത്ത ഒരു വളർത്തുമകനാണല്ലോ. അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കണ്ടതും അവർ പറഞ്ഞുള്ള കേൾവി. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു മകൻ്റെ സ്ഥാനം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും ഇപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും ഈ രേണുസുതിയെ ഒരിക്കലും ഇത്രയും മോശമായി സൈബർ ബുള്ളിങ്ങിന് വേണ്ടി എറിഞ്ഞു കൊടുത്തത് എനിക്ക് വളരെ സങ്കടം തോന്നി ഇത് കേട്ടപ്പോഴേ. ഈ സന്ദർഭത്തിലല്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും എന്ത് ചെയ്യണമായിരുന്നു? ഫോണിൽ വിളിച്ച് എന്ത് ചെയ്യണമായിരുന്നു? പരസ്പരം അവർക്ക് തമ്മിലുള്ളത് ഇതാക്കണം. അല്ലാതെ എൻ്റെ പൊന്നച്ഛ, അച്ഛൻ വീണ്ടും പറയുന്നത്, രേണുസുതി കരഞ്ഞ അച്ഛനോട് പറഞ്ഞു, എന്നെ കിച്ചു അങ്ങനെ ചെയ്തു അച്ഛാ, എൻ്റെ വീഡിയോസ് ലീക്കാക്കി അച്ഛാ, എന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ അച്ഛാ. പാവപ്പെട്ട അച്ഛനത്. എൻ്റെ പൊന്നച്ഛ, നിങ്ങളെപ്പോലുള്ള ഇത്രയും വലിയൊരാള് ഈ രേണുവിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത്തിരിയെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ രണ്ട് ഭാഗമായി പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾ കിച്ചുവിനെ മാത്രം വലിച്ചു കീറുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് പ്രശ്നമാവുന്നത്. നിങ്ങളെപ്പോലുള്ളവർ ഇതിനെക്കുറിച്ച് ഇത്തിരിയെങ്കിലും പഠിക്കണമായിരുന്നു. എൻ്റെ പൊന്നച്ഛ. രേണു എന്തും പറയും അച്ഛ. രേണു സുതി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അതായത് അവർ സ്വയം ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയും. ഇപ്പോൾ ചിലപ്പോൾ കിച്ചു എന്നെ കയറി പിടിച്ചു എന്ന് ഒരു പക്ഷേ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവും. അന്നെങ്കിൽ അച്ഛ അതിന് മറമായിട്ടുള്ള തെളിവ് നമ്മൾ ചോദിക്കണം അച്ഛ. അവരെന്ത് പറഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കണം. നിങ്ങളെപ്പോലെ നിങ്ങളെയൊക്കെ ഫോളോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഞാനൊക്കെ ഈ അച്ഛൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ അതൊക്കെ മിസ്സാവാതെ കേൾക്കുന്ന ഒരാളാണ്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. രാഹുൽദാസിനോ ഋതുൽദാസിനോ ജീവിക്കാനായിട്ട് ഒരു ചെറിയ പ്രോപ്പർട്ടി കൊടുത്തത് കൊണ്ട് മാത്രം ഞാൻ ഒന്നും അത് ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണ് അനവധി പേർക്ക് കഴിയുന്നത്ര കൈത്താങ്ങൽ കൊടുക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അതൊരിക്കലും അല്ല, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. മറിച്ച് ഈ ചെയ്ത തെറ്റിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. അത് ഈ രാഹുൽദാസ് ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു ഇപ്പം എല്ലാവരും
അവരുമായിട്ട് ചേർന്ന് ക്ഷമയോടും പ്രാർത്ഥനയോടും കൂടെ അവരോടുകൂടെ നിൽക്കുന്നൊരു സന്ദർഭമാണ്. ആ സമയത്ത് അവരെ നെഗറ്റീവ് ആക്കാനായിട്ടുള്ളൊരു പരിശ്രമമാണ് ചെയ്തത്. പക്ഷെ നെഗറ്റീവ് ആയത് രാഹുൽദാസ് ആണ്. ഒരിക്കലും രേണുസുതിയോ അവരുടെ കുടുംബമോ നെഗറ്റീവിലേക്ക് പോകത്തില്ല. കാരണം അവരെ സ്നേഹിക്കുന്നവർ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. കാരണം അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ആ കൊച്ചുമകൻ്റെ, ഈ പറഞ്ഞ രാഹുൽദാസിൻ്റെ അനുജനായിട്ടുള്ള ഋതുൽദാസ് എന്ന് പറഞ്ഞ കുഞ്ഞിന് 6.5 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ പിതാവ് മരിച്ചുപോയി. മാതാവ് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രയും വേഗം സുഖം പ്രാപിച്ച് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ രാഹുൽദാസോട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്യേണ്ടത്, മറിച്ച് അവരെ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയല്ല. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഈ രേണുസുതി ഇങ്ങനെ പ്രമോഷൻ ചെയ്തും കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു മകൻ എന്നുള്ള രീതിയിൽ തന്നെ അവർ ആ കുട്ടിയെ സഹായിച്ചിട്ടുള്ളതാണ്, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. കാരണം ഈ രേണുസുതിക്ക് അവരുടെ മാതാവിനെ പിതാവിനെ നോക്കണം, പുള്ളിക്കാരത്തിയുടെ ഈ കുഞ്ഞു മോനെ നോക്കണം, രേണുസുതിയുടെ ജീവിതം കൊണ്ടുപോകണം. ഈ 4 പേരുടെ കാര്യങ്ങൾ രേണുസുതി തന്നെയാണ് ചുമതല വഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം അവർ ജോലി ചെയ്യണം. അവർ എന്തൊക്കെയോ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഇതായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ ചെയ്തു. ഓക്കെ, അച്ഛനെ ഇവിടെ സംസാരിക്കുന്നത് ഒരൊറ്റ ഭാഗമാണ്, രേണുവിൻ്റെ ഭാഗം മാത്രമാണ്. നേരെ മറിച്ച് അച്ഛനൊന്ന് കിച്ചുവിനെ വിളിച്ചിട്ടെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിലോ. ഓക്കെ, അച്ഛൻ പറയുന്ന ഫുള്ളായിട്ട് ഏറ്റവും അവസാനത്തിലെ ഭാഗം കൂടി ഞാൻ വെച്ച് തരാം. എല്ലാം വെക്കുന്നത് നാളെ അച്ഛൻ തിരുത്തി പറയും. അപ്പോൾ നമുക്ക് വീണ്ടും റിയാക്ട് ചെയ്യാൻ ഈ സാധനം വേണമല്ലോ. അങ്ങനെ അച്ഛൻ തിരുത്തി പറയുമ്പോൾ ഈ അപ്ലോഡ് ചെയ്ത വീഡിയോ അവിടെ മുങ്ങും, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇത് ഫുള്ളായിട്ട് വേണം, അതുകൊണ്ടാണ് ഫുള്ള് വെക്കുന്നത്. ആ ജോലിയെ വിമർശിക്കാൻ ഞാൻ ആളല്ല ഒരിക്കലും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വളർത്തു മകൻ എന്ന രീതിയിൽ ആ മാതാവിനോട് കാണിച്ച ഏറ്റവും വലിയ ഒരു നന്ദികേട് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദികേട്. എൻ്റെ ഭാഷയിൽ പറയാൻ, നമുക്ക് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നാലും ഒരു നേരത്തെ ആഹാരം ഭക്ഷിക്കാൻ തന്നാലും നമ്മൾ അവരോട് എപ്പോഴും ഉണ്ട് നന്ദിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ആ കൊച്ചു പയ്യൻ ഈ രാഹുൽദാസ് ഒരു നന്ദിയുള്ള ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് ആഗ്രഹിച്ചു. ഞാനത് പറഞ്ഞു പോയത്. അല്ലാതെ ഇപ്പോൾ മോള് ചോദിച്ചതുപോലെ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് വീട് നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു എന്നുള്ള ഒരിതിലേ അല്ല. അത് ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല. മോൾ എന്നോട് ചോദിച്ചു, ഞാൻ എൻ്റെ വിഷമം ഞാൻ തുറന്ന് സംസാരിച്ചു, അത്രേ ഉള്ളൂ. ഇത്തരത്തിൽ രേണുസുതിക്ക് ഒരു അസുഖം ഉണ്ടെന്ന് കുറെ നാൾ മുമ്പേ ഒരു ഇൻഡ്യൂഷൻ കിട്ടിയതാണ്, അല്ലെങ്കിൽ അറിയാമായിരുന്നു എന്ന് രേണുസുതി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു ഇങ്ങനെ ഒരു അസുഖം ഉണ്ട്, പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് കൺഫേം ആക്കിയത് എന്ന്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാമായിരുന്നില്ലേ? എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ പറ്റി എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു കാര്യം ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നിട്ടുണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചില്ല. പുള്ളിക്കാരത്തിക്ക് ഈ സുഖമില്ലെന്നുള്ള ഈ അടുത്ത സമയത്താണല്ലോ അവരുടെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു. അതിന് ചെറുപ്പത്തിൽ വന്നതിനെ പറ്റി എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള ശ്രദ്ധിച്ചില്ല, എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ അത് വന്നിട്ടില്ല. ഇപ്പോ ഫാദറിന്റെ പ്രാർത്ഥനകൾ ഇന്റർവ്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം പ്രാർത്ഥനകൾ അതുപോലെ അതിനൊക്കെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതുപോലെ പല ആൾക്കാരും പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മൾ നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കും. നിഷ്കളങ്കരായി നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം മുമ്പിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവം മുമ്പിൽ നിഷ്കളങ്കതയോട് പറയുക. ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന മാത്രമല്ല, മോളുടെ പ്രാർത്ഥനയും എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി ശക്തിയും തരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഹൃദയത്തിൽ നിഷ്കളങ്കതയോടുകൂടി ദൈവത്തോട് സംസാരിക്കുക, ഞാനത് മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പം തന്നെ ഞാൻ ഈ കാര്യം എൻ്റെ പേഴ്സണൽ കാര്യം അല്ലാഞ്ഞിട്ട് പോലും എനിക്ക് വിഷമം തോന്നിയിട്ടാണ് ഞാൻ ആ രീതിയിൽ സംസാരിച്ചത്. വളരെ ദുഃഖം തോന്നി, എനിക്ക് അത്ര സങ്കടമുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിങ്ങനെ ഒരാളെ സൈബർ ബുള്ളി ചെയ്താൽ വിട്ടുകൊടുക്കുന്നത്. ഇപ്പം ബലഹീനരെ താങ്ങുവിൻ എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ബലഹീനരെ താങ്ങുവിൻ. അപ്പം ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ ബലഹീനൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ദൈവത്തെ പറ്റിയാണ് ഞാൻ പാടുകയും പ്രസംഗിക്കുകയും ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ബലഹീനതയും പ്രയാസം, ബലഹീനത എന്ന് വെച്ചാൽ ഏറ്റവും ലീസ്റ്റായിട്ടുള്ള ഒരാൾക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അതാണ് ഒരു അഭിപ്രായം പറയാനായിട്ടുള്ളത്. ഇപ്പൊ ഇത്രയൊക്കെ ആയിട്ടും ഇത്രയും നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കീറുന്ന ആൾക്കാരോട് ബിഷപ്പിന് എന്താ പറയാനുള്ളത്? ആരെ പറ്റിയാ ചോദിക്കുന്നത്? ഇപ്പം രേണുസുതിയെ കുറിച്ച് തന്നെ അവർ ഇത്രയും അവസ്ഥയിൽ കിടന്നിട്ടും അവർ ഇത്രയും വീണ്ടും നെഗറ്റീവിലോട്ട് തള്ളിവിടുകയും അതുപോലെ വീണ്ടും വലിച്ചു കീറാൻ. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. പാപിനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ അരികിലേക്ക് ഓടി വരികയുണ്ടായി. ഓടി വന്നിട്ട് പറഞ്ഞ് എന്നെ രക്ഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടു.
ആവശ്യപ്പെട്ട സമയത്ത് കർത്താവ് പറഞ്ഞ് നീ അവിടെ നിൽക്കുവാനായിട്ട് പറഞ്ഞു. അവൾ അവിടെ നിന്ന്. ഒരുപാട് പേര് കല്ലുമായിട്ട് വന്നു. കർത്താവ് കുനിഞ്ഞിരുന്ന് എഴുതി. ആ എഴുതിയ സമയത്ത് എന്താണ് എഴുതിയെന്നുള്ളത് ആ വന്നു നിന്നവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടല്ലോ. ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും അപ്പച്ചന്മാരും ചേട്ടായിമാരും ഒക്കെ കല്ലുമായിട്ട് ആ മലയുടെ മുകളിലേക്ക് വന്നതായിട്ടാണ് ഞാൻ പഠിച്ചേക്കുന്നത്. കർത്താവ് പറയും, നിങ്ങളിൽ പാപമില്ലാത്തവർ ഈ സ്ത്രീയെ കല്ലെറിയാൻ പറഞ്ഞു. കല്ല് അവിടെ കൂനയായി കൂടിയതല്ല, അത് ഒരു കല്ല് പോലും ആ സ്ത്രീയുടെ ദേഹത്ത് വീണില്ല. എനിക്ക് അത്രയും മാത്രമേ ഉള്ളൂ രേണുസുതിയെ പറ്റി ഈ വിഷയത്തിൽ പറയാൻ. ജീവിതത്തിലെല്ലാം തികഞ്ഞവരാരും തന്നെ ഇല്ല. അവരുടെ ജീവിതത്തിൽ വീഴ്ചകളോ ബലഹീനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതോട് പുറത്തു കൊടുക്കേണ്ട ദൈവമാണ്. ഈ ഒരു രോഗാവസ്ഥയിൽ അവരെ ഇത് വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാനോ ഇത് വെച്ച് അവരെ ഓപ്പറേഷൻ ചെയ്ത് കീറി മുറിക്കാനോ ഞാനോ എന്നോടൊപ്പം നിൽക്കുന്നവരോ തയ്യാറല്ല. അവരെ എത്രയും പെട്ടെന്ന് അവർക്കൊരു സ്പീഡി റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ കൂട്ടായ്മക്കാരും ഒക്കെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ മാത്രമല്ല, രേണുസുതിയുടെ കുടുംബത്തെ സ്നേഹിക്കുന്നവർ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ നെഗറ്റീവ് പറയുന്നവരോട് എനിക്കൊന്ന് മാത്രമേ പറയാവുള്ളൂ. അത് അവരെന്നും പറഞ്ഞുകൊണ്ടേ ഇരുന്നോട്ടെ. അവർ പോസിറ്റീവ് ആകാൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ അച്ഛൻ പറയുന്നത് അവസാനിച്ച് പൊന്നു മനുഷ്യന്മാര്, ഇനി എന്താണ് കിച്ചുവിന് സംഭവിക്കാൻ പോകുന്നത്? ഞാനൊരു കാര്യം പറയാം. ഇനി എല്ലാവരും വന്ന് കിച്ചുവിനെ ഒന്നായിട്ട് വലിച്ച് കീറാൻ തുടങ്ങും. ഒന്നാമത് നമ്മുടെ കിച്ചുവിന് മറ്റേ നല്ല സപ്പോർട്ടുള്ളത് കുറേ പേർക്ക് അസൂയുണ്ട്. അത് എങ്ങനെയാണ് കിച്ചുവിന് നെഗറ്റീവ് ആക്കുന്നത് എന്ന് പറഞ്ഞ് കുറേ പേർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഈ അച്ഛൻ ഈ പറഞ്ഞത് വലിയ എന്തോ നല്ലൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അച്ഛൻ തിരുത്തി പറയും, അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചതാണ്, അച്ഛൻ്റെ മനസ്സ് മാറ്റിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കിച്ചുവിനോട് എനിക്ക് പറയാനുള്ളത്, പേടിക്കരുത്. ഈ ഘട്ടത്തിൽ കിച്ചു മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നല്ല പ്രശ്നമാവും. ഒരു കാര്യം പറയാം, കിച്ചു വലിയ തെറ്റുകാരനാണെങ്കിൽ അല്ലെങ്കിൽ കിച്ചുവിന് വലിയ എന്തോ ആരോപണമുണ്ടെന്നൊക്കെ അച്ഛൻ പറഞ്ഞു, രേണുസുതി പറഞ്ഞു. അങ്ങനെ കിച്ചു വലിയൊരു തെറ്റുകാരനാണെങ്കിൽ പൊന്നു മനുഷ്യന്മാർ ഒരിക്കലെങ്കിലും രേണു റിലേറ്റഡായി വീഡിയോ ഇടോ കിച്ചു. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു രഹസ്യം, ആ രഹസ്യം എന്തെന്ന് എനിക്കറിയത്തില്ല, ആ ഒരു മഹാരഹസ്യം എനിക്കറിയും, ഞാൻ പുറത്തു വിടുമെന്നാണ് രേണുസുതി പറയുന്നത്. അങ്ങനെ ഒരു മഹാരഹസ്യം ഉണ്ടെങ്കിൽ കിച്ചു രേണുവിനെ പേടിക്കത്തില്ലേ? അതായത് കിച്ചു വീണ്ടും വീണ്ടും രേണുവിനെ ചൊറിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യോ? ഇത് നമുക്ക്, അതായത് തെറ്റ് ചെയ്തവന് പേടിക്കും, ഉറപ്പായിട്ടും പേടിക്കും. അവന് ആ ഒരക്ഷരം തന്നെ മിണ്ടാൻ വരത്തില്ല. ആ രേണു ചേച്ചി അല്ലെങ്കിൽ രേണു അമ്മയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിണ്ടാതിരിക്കും. ഇവിടെ കിച്ചു ആരെയും പേടിക്കുന്നില്ല. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കിച്ചുവിൻ്റെ സൈഡിലാണ് ശരിയുള്ളത്. പാവം അച്ഛനെ ആരോ പറഞ്ഞ് പറ്റിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പൊന്നു മനുഷ്യന്മാർ, നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ തൽക്കാലമായി ലഭിച്ചേക്കാം. അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ.